സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വിജയിച്ച ആലത്തൂർ ബഡ്സ് സ്കൂളിലെ 8 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് വിജയിച്ച 8 വിദ്യാർത്ഥികളെ കലോത്സവത്തിൽ വിജയിച്ച 11 കുട്ടികളെയുമാണ് മൊമന്റോ നൽകി അനുമോദിച്ചത്. KD പ്രസന്നൻ MLA അനുമോദന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ബഡ്സ് സ്കൂളിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസമൊന്നും മറ്റു ബഡ്സ് സ്കൂളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ടാണ് മികച്ച ബഡ്സ് സ്കൂളായി ഈ സ്കൂൾ മാറി. ഭിന്നശേഷിക്കുടമകളായ സാധാരണ ശേഷിയിൽ നിന്ന് വ്യത്യസ്തമായ പല ശേഷികളുമുള്ള നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കില്ലാത്ത പല ശേഷികൾക്കും ഉടമകളായ കുട്ടികളാണ് ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ വ്യത്യസ്തമായ ആ ശേഷികളെ ഈ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത്തരം മത്സരങ്ങളിൽ മികച്ച പ്രകടനം തുടർച്ചയായി ഈ വിദ്യാലയം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിവിടെ സൂചിപ്പിച്ച രൂപത്തിൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ഇവിടെ കുട്ടികളോടൊപ്പം സഹകരിക്കാൻ സന്നദ്ധരാകുന്ന രക്ഷിതാക്കളുടെയും എല്ലാം ഏകനിർഭരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ ഉന്നതമായ സ്ഥാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിന് പോയ എല്ലാ കുട്ടികളും സമ്മാനം വാങ്ങിച്ചാണ് തിരിച്ചു വന്നത്. അവർക്കെല്ലാം ഓരോ കഴിവുകളുണ്ട് എന്നവർ പ്രയോഗിക്കേണ്ടായി, അത് പ്രദർശിപ്പിക്കേണ്ടായി. ആ കുട്ടികൾ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ബാൻഡ് സെറ്റ് ഒരുക്കി തരണം. അപ്പോൾ അനൂപിൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന ബഡ്സ് സ്കൂളിൽ എത്തിച്ചേരുന്ന കുട്ടികൾ സ്വയം ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ് അവർക്ക് ബാൻഡ് സെറ്റ് പരിശീലിക്കണം എന്നത്. അവർ സ്വയം തൊഴിലുള്ള വിവിധ മാർഗങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൈനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവായ്ക്കൽ, സെക്രട്ടറി V. ദിമിത്രോസ്, V. കനകാംബരൻ, ലീല ശശി, റിംല ഉസ്മാൻ, കുമാരി, രമ്യ, നിഷ എന്നിവർ ആശംസ പ്രസംഗം നടത്തി.